ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആഘോഷങ്ങൾക്ക് ലോകമാകെ തയ്യാറെടുപ്പുകളായി. 7-നാണ് ഗുരുജയന്തി. ശിവഗിരി മഠം ശാഖാ സ്ഥാപനങ്ങളിലെല്ലാം ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾ ഉണ്ടാകുമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ശുഭാംകാനന്ദ പറഞ്ഞു. തിരുജയന്തി സമാഗതമാകുകയാണ്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ശിവഗിരി മഠത്തിലും അനുബന്ധ സ്ഥാപനങ്ങളിലും കേരളത്തിന് അകത്തും പുറത്തും ലോകമെമ്പാടും ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ജയന്തി നൽകുന്ന സന്ദേശം ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്വപൂർണമായ മാനവിക ദർശനം ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്ന ചരിത്രപരമായ കടമയാണ് നമുക്കിവിടെ നിർവഹിക്കപ്പെടുവാനുള്ളത്. ഗുരു സന്ദേശത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് മനുഷ്യൻ നന്നാകാനും മനുഷ്യൻ ഒന്നാകാനുമാണ് നമ്മെ ഉപദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നന്നാകലിൻ്റെയും ഒന്നാകലിൻ്റെയും പാത കൂടുതൽ ദൃഢീകരിക്കുവാനുള്ള ഒരു വേളയായി ഈ ആഘോഷത്തെ മാറ്റപ്പെടുത്തുവാനാണ് ശിവഗിരി മഠം ആഗ്രഹിക്കുന്നത്. ശിവഗിരിയിൽ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറും ചെമ്പഴന്തി ഗുരുകുലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യാതിഥികളാകും. സച്ചിദാനന്ദ സ്വാമി രചിച്ച ഗുരുദേവ ശിഷ്യൻ നിശ്ചലത സ്വാമിയുടെ ജീവചരിത്രവും സുരേശ്വരാചാര്യ സ്വാമി രചിച്ച പഞ്ചദശി എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടക്കും. ശിവഗിരിയിൽ പുലർച്ചെ പർണശാല, ശാരദാമഠം, മഹാസമാധി എന്നിവിടങ്ങളിലെ വിശേഷ ആരാധനയ്ക്കു ശേഷം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി പതാക ഉയർത്തും. 9:30 ജയന്തി സമ്മേളനം കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സഹദാനന്ദ സ്വാമി അധ്യക്ഷത വഹിക്കും. കൂടാതെ ജയന്തി സന്ദേശവും സ്വാമി നൽകും. ട്രഷറർ സ്വാമി ശാരദാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തും. അടൂർ പ്രകാശ് MP, ബി ജോയ് MLA, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മുനിസിപ്പൽ ചെയർമാൻ KM ലാജി തുടങ്ങിയവർ പ്രസംഗിക്കും. 11:30 തിരുജയന്തി വിശ്വസാഹോദര്യ സമ്മേളനം കൃഷിമന്ത്രി ഇ പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. സച്ചിദാനന്ദ സ്വാമി അധ്യക്ഷത വഹിക്കും. മേജർ ഒമർ അൽ മർസൂഖി, ആചാര്യ സതീന്ദ്വർജി എന്നിവർ മുഖ്യാതിഥികളാകും. 2 ഗുരുമൊഴി പ്രഭാഷണ പരമ്പര ആരംഭിക്കും. മാതൃസഭാ സെക്രട്ടറി ശ്രീജ GR അധ്യക്ഷത വഹിക്കും. വൈകുന്നേരം 5:30 ജയന്തി ഘോഷയാത്ര പുറപ്പെടും. ശിവഗിരി നഴ്സിംഗ് കോളേജ്, SN കോളേജ്, പുത്തൻചന്ത, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് രാത്രി 10 മഹാസമാധിയിൽ എത്തിച്ചേരും. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.